അല്ലാ, ഇത് ഞങ്ങളുടെ കലക്കിപ്പാറുന്ന അപ്പം കൊണ്ടല്ലേ വന്നിരിക്കണേന്നല്ലേ. ഞങ്ങൾ നല്ല സ്റ്റൈലിൽ നീർദോശ എന്നൊക്കെ പറയൂട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഗ്രീൻ പീസ് കുറുമൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ആ അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇന്ന് പിടിച്ചോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നമ്മളുടെ വറുത്തരിപ്പൊടി, അതായത് ഈ പത്തിരിപ്പൊടി ഇടിയപ്പപ്പൊടി ആ പൊടിയില്ലേ അതന്നെ, അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2-3 ടേബിൾ സ്പൂണോളം തേങ്ങ, പിന്നെ 1 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെയാട്ടോ വെള്ളത്തിൻ്റെ അളവ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യണ യന്ത്രം കണ്ടില്ലേ, ഈ ഒരു സാധനം കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വേറെ കൊണ്ടുപോയി മിക്സിയുടെ ജാറിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും വരുമൊന്നുമില്ല. നല്ലോണം അങ്ങോട്ട് കലങ്ങി കിട്ടൂലേ നമ്മുടെ മാവ്. ഇനി നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഞാൻ കുറച്ച് നല്ലെണ്ണയായിട്ടാണ് തൂത്ത് കൊടുത്തിരിക്കണേ. അതിൻ്റെ അകത്തേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുക, അടിച്ച് വെക്കുക. ഇതങ്ങോട്ട് കുക്കായി കഴിഞ്ഞാൽ ആ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റുക, പിന്നെ എണ്ണ തൂക്കുക, മാവ് ഒഴിക്കുക. ഇതന്നെ സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ നമ്മുടെ ഈ ഒരു മാവ് തീരുവോളം അപ്പം ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു പൊടിക്ക് അനുസരിച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ +or- വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരുപാട് വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല കേട്ടോ. കൂടുതൽ പേരും ഈ നീർദോശ ഉണ്ടാക്കുന്നതുണ്ടല്ലോ തലേന്ന് തന്നെ അരി വെള്ളത്തിലിട്ട്